ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളോടുള്ള കറന്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. എന്താണ് അവരിപ്പോൾ മനസ്സുകൊണ്ട് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു തീർത്തും ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴൊക്കെയാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോഴൊക്കെയും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നല്ലൊരു ഗൈഡൻസും നല്ലൊരു ക്ലാരിറ്റിയും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും പേരാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കിങ് ഓഫ് സോർഡ്സ്, പേജ് ഓഫ് പെന്റക്കിൾസ്, the sun energy, four of wands, five of wands, 10 of cups, two of pentacles, 9 of cups, page of cups, ace of cups, 6 of pentacles, queen of wands, two of wands, death and rebirth, knight of pentacles, two of swords, strength, nine of wands ആണ്. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 8 ഓഫ് wands ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് ഒക്കെ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കാം. കാരണം ഇവിടെ ഒരു റീബർത്ത് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്ന ഡെത്ത് ആണ്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമായ ഗ്രോത്ത് ഒന്നുമില്ല. ചിലവർ ചിലപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കും, ചിലവർ നോ കോണ്ടാക്ട് ആയിരിക്കും. അപ്പോൾ ഒരു ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് പാർട്ടി എനർജീസ് ഒക്കെ വളരെ സ്ട്രോങ് ആണ്. ഒന്നിലധികം എനർജീസ് നമുക്കിവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒന്നിലധികം എനർജീസ് എന്ന് പറയുമ്പോൾ വ്യക്തികളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കാം, മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം ചിലവരുടെ കേസിൽ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്. ഈഗോ ആയിരിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും അങ്ങനത്തെയൊക്കെ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഈഗോയേക്കാൾ കൂടുതലായിട്ട് പുറത്തു നിന്നുള്ള വ്യക്തികളുടെ എനർജി സാന്നിധ്യം കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ കയ്യിൽ നിന്നാണെങ്കിലും കൈവിട്ട് പോയിരിക്കുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ കുറച്ചൊരു ആടി ഉലയുന്ന സ്റ്റേജിലൂടെയാണ് ഇത് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഈ ഒരു ടൈമിൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് അവർ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. നമുക്കിവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന 8 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇവർ വളരെ പെട്ടെന്ന് തന്നെ, ഇത് ഫാസ്റ്റ് എനർജിയാണ്, വളരെ പെട്ടെന്ന് നിങ്ങളുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരു തുറന്ന സംസാരം. അതിപ്പോ സിറ്റുവേഷൻസ് പുറത്ത് പല രീതിക്ക് ഉണ്ടെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷൻ ഒന്നും അവരെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ അത് നിങ്ങളുടെ ബന്ധത്തെ ബാധിക്കരുത് എന്നുള്ള രീതിക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കുക. എന്ന് വെച്ചാൽ ഇവരുടെ തീരുമാനമാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു നിലപാട്. അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ മാറി ഒരു സമാധാനം വേണം അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റിനെ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുവന്ന് എത്തിക്കണം എന്ന് ചിന്തിക്കുന്ന എനർജി കാണുന്നുണ്ട്. കാരണം ഇവർക്ക് ഇവിടെ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്, അതുപോലെ ഒരു നഷ്ടബോധം തോന്നുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണോ ഇവര്, അല്ലെങ്കിൽ പൂർണ്ണമായും ഇനി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ രീതിയിൽ ഇവർ കുറച്ച് ഓവർ തിങ്കിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ
ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് ഒക്കെ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ആയിരിക്കാം. ചിലവരുടെ കേസിൽ അധികം നാളുകളായിട്ടും ഉണ്ടാവില്ല. പക്ഷെ എങ്ങനെയാണെങ്കിലും നിങ്ങളിൽ നിന്ന് ഒരുപാട് അകന്ന് നിൽക്കാനോ അല്ലെങ്കിൽ കുറെ നാളുകളോളം അകന്ന് നിൽക്കാനോ ആഗ്രഹമില്ലാത്തൊരു വ്യക്തിയാണ്. പുറത്തു നിന്നുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഈ ഒരു ഗ്യാപ്പിനെ വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ഫിൽ ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളിലേക്ക് അടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ആ ഒരു വേദനയും അതോടൊപ്പം തന്നെ ആ ഒരു നഷ്ടബോധവും ഇതെല്ലാം കൂടെ വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് അവർ വളരെ പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അവർക്ക് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്നുള്ളതുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കും ഇവരോട് പല കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരിക്കാം. നിങ്ങളുടെ ഉള്ളിലും ഉത്തരം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ടായിരിക്കാം. അത് ഇവർ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തിയാലോ എന്ന് ഇവരുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നത്. കാരണം അവരുടെ ഒരു ഫീലിങ്സിൽ മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഇവിടെ ഒരു റീബർത്ത് എനർജിയാണ്. ഈ ഒരു ബന്ധത്തിൽ ഒരു റീബർത്ത് വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. കമ്മിറ്റ്മെന്റ് നൽകണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ലോങ് ടേം ആയിട്ട് കൊണ്ടുപോകണം എന്നും ചിന്തിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെ വന്നിരിക്കുന്നത് തന്നെ സോഡ് എനർജിയാണ്. ഈ ഒരു വ്യക്തി സത്യസന്ധമായ രീതിയിൽ ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അല്ലെങ്കിൽ നിങ്ങളോട് ഇതുവരെ സത്യസന്ധമായ രീതിയിൽ അവർക്ക് പെരുമാറാൻ സാധിച്ചിട്ടില്ലേ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിന്റെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതുവരെ നിങ്ങളോട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല നമ്മൾ എടുക്കുന്നത്, കറന്റ് ഫീലിങ്സ് ആണ്. ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്തായാലും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സന്റെ മനസ്സിൽ എന്തായാലും ആത്മാർത്ഥതയോടുകൂടി തന്നെ നിങ്ങളോട് ഒരു സ്നേഹം നൽകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തെ വീണ്ടെടുക്കാനായിട്ട് കുറച്ചൊക്കെ റിസ്ക് എടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിലും അത് എടുക്കാൻ ഇവർ തയ്യാറാണ്. ഒരു മനസ്സുകൊണ്ട് നിങ്ങളെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ ഒരു നിലപാടെടുക്കാതെയോ അല്ലെങ്കിൽ വേണോ വേണ്ടയോ എന്നുള്ള രീതിക്കൊക്കെ നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവരുടെ മനസ്സിൽ ആ ഒരു ഫീല് നിങ്ങളിലേക്ക് വരുന്നത്. ഒരു അൺകണ്ടീഷണൽ ലവ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രകാശമായിട്ട് കടന്നു വരിക എന്ന് ചിന്തിക്കുന്നവരുടെ എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇവര് എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും. നിങ്ങൾക്ക് ആരും ചിലപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല. ഇവര് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോഴായിരിക്കും നിങ്ങൾക്കൊരു പ്രകാശം ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ പോലും ഒരുപാട് സന്തോഷം വ്യത്യാസങ്ങൾ ഒക്കെ വന്നിരിക്കുന്നത്. പക്ഷെ ഇവര് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ ആ ഒരു സമയത്ത് നിങ്ങളുടെ തെറ്റുകൊണ്ടായിരിക്കില്ല, ഇവര് തന്നെ ആയിരിക്കാം പോയിരിക്കുന്നത്. കാരണം ഇവിടെ പുറത്തുള്ള വ്യക്തികളുടെ സാന്നിധ്യം ഒക്കെ ഉണ്ട്. നിങ്ങളൊരു വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹിച്ചു നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഒക്കെ ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് പ്രവർത്തിക്കാൻ സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ വീണ്ടും അവർ എന്തായാലും സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനും ഈ ഒരു ബന്ധത്തിലെ ഒരു സക്സസ്, എല്ലാ രീതിക്കും ഒരു സമൃദ്ധി ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അത്രത്തോളം ഒരു സ്നേഹം തോന്നുന്നുണ്ട്. അതുപോലെ കമ്മിറ്റ്മെന്റ് ഒക്കെ തരാതെ ഇതുവരെ മാറി നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മനസ്സുകൊണ്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകണമെന്നും, സിറ്റുവേഷൻസ് എന്തൊക്കെ തടസ്സങ്ങളായിട്ട് വന്നാലും എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അത് ലോങ് ടേം ആയിട്ട് കൊണ്ടുപോവുക, ഒരു ഫാമിലി ലൈഫ് ആയിട്ട് തന്നെ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് ഇവിടെ മെയിൻ ആയിട്ട് കണക്ട് ആയിരിക്കുന്നത്. ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ വിവാഹം കഴിച്ചോ ഇനി അല്ല നിങ്ങൾ ലിവിങ് ആയിട്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ, എന്നുവെച്ചാൽ ഒരുമിച്ച് ലോങ് ടേം ആയിട്ട് വേണം. നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു എനർജി ഇവരുടെ മനസ്സിലുള്ള നിങ്ങളോടുള്ള ഫീലിങ്സിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് എത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ പറയാതെ തന്നെ, അല്ലെങ്കിൽ അവർക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ സ്വന്തമായിട്ടുള്ള നിലപാടില് ഒരു സമയത്ത് അവർക്ക് ഇത് എടുക്കാൻ സാധിച്ചില്ല. അവര് ഒരു ഡിസിഷൻ എടുക്കാതെ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അവർ കണ്ണടച്ച് അല്ലെങ്കിൽ മിണ്ടാതെ നിന്നിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് വളരെ സൈലന്റ് ആയിട്ട് ഇറങ്ങി മാറി പോയിട്ടുമുണ്ട്. അപ്പൊ അവിടെ ഒന്നും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും അറിയാത്തവരും ഉണ്ടായിരിക്കാം. ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചീറ്റിംഗ് എന്നുള്ള രീതിക്കല്ല, സാഹചര്യം കൊണ്ടിട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളുടെ എനർജിയാണ്. ഈ പുറത്തു നിന്നുള്ള വ്യക്തികളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് തേർഡ് പാർട്ടിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള രീതിയല്ല, സാഹചര്യം കൊണ്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ചിലപ്പോൾ അവരുടെ ഫാമിലി ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു എക്സ്ട്രാ മെറിറ്റൽ ഒക്കെ വരുന്ന ബന്ധമാണെന്നുണ്ടെങ്കിൽ മേ ബി അങ്ങനെ ആവാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാതെ മാറി നിന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ ഒരു ഡിസിഷൻ എടുക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്.
അവരിതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടിക്കളിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു പഴയ ആ ഒരു സ്നേഹമൊക്കെ മനസ്സിലേക്ക് തോന്നി തുടങ്ങുന്നുണ്ട്. അതുപോലെ ആ ഒരു പഴയ കാലം വീണ്ടെടുക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലേക്ക് വരുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ഒരു റൊമാൻസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു പേഴ്സന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് ഭയങ്കരമായിട്ടൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്. ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കും. അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു അറ്റൻഷൻ പിടിച്ചു പറ്റാനായിട്ട് ഇവർക്ക് പ്രത്യേകമായിട്ടൊരു കഴിവായിരിക്കും. അത് ഇവരുടെ സംസാരം കൊണ്ടാണെന്നുണ്ടെങ്കിലും ഇവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ടാണെന്നുണ്ടെങ്കിലൊക്കെ വളരെ പെട്ടെന്ന് എല്ലാവരെയും ഇവർ അട്രാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പേഴ്സണാലിറ്റി ആണ് ഇവരുടേത്. ഒരുപക്ഷെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു രീതികൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കാം ഇവരിലേക്ക് അട്രാക്ട് ആയി നിന്നതും. അതുപോലെ സംസാരിച്ച് കൺവിൻസ് ചെയ്യുക, ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യിക്കുക. നിങ്ങളിപ്പോ ഒരു വിഷമിച്ചിരിക്കുന്ന സന്ദർഭമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ പെട്ടെന്ന് cool ആക്കാൻ അങ്ങനെയൊക്കെ ഒരു പ്രത്യേക കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സന്റെ ഉള്ളിൽ ഈ ഒരു സമയത്ത് വളരെയധികം ഒരു പ്രണയം, സ്നേഹം, അട്രാക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്നേഹം ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ ഹൃദയത്തിലെ സ്നേഹം നിങ്ങൾക്ക് നൽകണം. അത് ഇനി മറ്റെന്തൊക്കെ സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അർഹമായ സ്നേഹം അത് നിങ്ങളിലേക്ക് തന്നെ നൽകുക. വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. നിങ്ങൾക്കൊരു ക്ലാരിറ്റി നൽകുക. ഇപ്പൊ അവർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെതായ കാരണം എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ഒരു പകച്ചു നിൽക്കുന്ന സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇപ്പൊ വിട്ടുമാറി നിന്നിട്ട് കുറച്ച് നാളുകളായി അല്ലെങ്കിൽ കുറെ അധികം നാളുകളായി എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് സംസാരിച്ച് നിങ്ങളെ ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി അവർ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ സ്റ്റേജ് ആണ്. അവർ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. എത്ര ദൂരെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സും അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് നിങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ഓർമ്മകളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവരായിട്ട് തന്നെയാണ് മാറിപ്പോയി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ അത്രത്തോളം അത്രയും ഭയങ്കര ഡീപ്പ് ആയിട്ടൊരു ബന്ധം നിലനിർത്തിയ വ്യക്തികളായിരിക്കാം. ഒരുപാട് നാളുകളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലവരുടേത്. ഇനി കുറച്ച് നാളുകളാണെന്നുണ്ടെങ്കിലും വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഉള്ള ബന്ധമാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് തന്നെ അവർ ഈ ഒരു ബന്ധത്തിൽ റീബർത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ എന്തിന്റെ പുറകെയാണോ ഇവർ മാറിപ്പോയിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് ഒരു സൈഡിൽ അവർ അവരുടേതായ രീതിയിൽ സംരക്ഷിക്കും. പക്ഷെ ഈ ഒരു രീതിയിൽ സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ ഇപ്പൊ അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ ഒരു കരിയർ റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കരിയർ കാര്യങ്ങളൊക്കെ വേണം, ജോലി കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ അതോടൊപ്പം നിങ്ങളെയും വേണം. കാരണം നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ കരിയറിന് ഭയങ്കര പ്രാധാന്യം നൽകി പോയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം അവർക്ക് വേണം. പക്ഷെ നിങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തിയിട്ടല്ല അവർക്കത് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തെയും നിങ്ങളെയും ഒരേപോലെ തന്നെ ബാലൻസ് ചെയ്യുക. അതുകൊണ്ടാണ് അർഹമായ രീതിയിലുള്ള സ്നേഹത്തെ നിങ്ങൾക്ക് തന്നെ നൽകണം. ഇതുവരെ അവർ ചെയ്ത രീതികളൊന്നും അല്ലാതെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇതിനകത്തൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനും അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു സ്ട്രെങ്ത് വീണ്ടെടുക്കാനും അതുപോലെ തന്നെ ആ ഒരു പഴയ കാര്യങ്ങളിലേക്ക് കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഒരു ഭയമൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഭയം എന്ന് പറയുമ്പോൾ ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോയ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കിടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷെ എന്ത് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാലും ഇപ്പോ വരുന്നത് വരട്ടെ എന്നൊരു മെന്റാലിറ്റിയിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നവരാണ്. അവർക്ക് നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള സ്നേഹം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നൽകണം. അത് പ്രകടമായിട്ട് തന്നെ നൽകണം. ആ ഒരു സ്ട്രെങ്ത് വീണ്ടെടുക്കണം. ഒരു കമ്മ്യൂണിക്കേഷൻ അതിന് മുന്നോടിയായിട്ട് നടത്തണം. സിറ്റുവേഷൻ എന്താണെന്നുണ്ടെങ്കിലും സ്വന്തം ഇന്നർ വോയിസ് പറയുന്ന അനുസരിച്ച് മാത്രം ഈ ഒരു ബന്ധത്തിൽ പ്രവർത്തിക്കണം എന്നുള്ള രീതിക്കൊക്കെയാണ് ചിന്തിക്കുന്നത്. വളരെ പെട്ടെന്നായിരിക്കും അവർക്ക് ചിലപ്പോൾ ഈ ഒരു ചേഞ്ചസ് ഒക്കെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും കടന്നു വരണം എന്ന ആഗ്രഹത്തോടു കൂടി വളരെ സ്ട്രോങ് ആയിട്ട് വളരെ പ്രാർത്ഥനകളോട് കൂടി മുന്നോട്ടേക്ക് പോകുന്നവരാണ്. കാരണം ഇവർ നിങ്ങളുടെ ലൈഫിൽ തന്നിരിക്കുന്ന ആ ഒരു സ്വാധീനം എന്ന് പറയുന്നത് അത്രത്തോളം വലുതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്താൻ നിങ്ങൾക്കും സാധിക്കാത്തത്. എന്നാൽ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ്, കറന്റ് ഫീലിങ്സ് എടുക്കുമ്പോൾ അവിടെയും കാണാൻ സാധിക്കുന്നത്. അവർ എത്രത്തോളം മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. അവർ കാരണം നിങ്ങൾ വേദനിക്കുന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലാക്കുമ്പോൾ അവരുടെ ഉള്ളും ഒരുപാട് കുറ്റബോധം കൊണ്ടിട്ട് അല്ലെങ്കിൽ താൻ സ്വയം നഷ്ടപ്പെടുത്തിയതാണെന്നൊരു ചിന്ത കൊണ്ടിട്ടും
ഈ ഒരു പ്രശ്നങ്ങൾക്കും ഈ ഒരു സാഹചര്യങ്ങൾക്കും ഒരു സമാധാനം വേണം എന്നുള്ള ഒരു ആലോചനയൊക്കെ മനസ്സിലേക്ക് വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വളരെ ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ അവരൊരു സ്വാർത്ഥതയോട് കൂടി അവരുടെ ലൈഫിന് അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് അവർക്ക് പൂർണ്ണമായും വിട്ടുകളയാൻ സാധിക്കുന്നില്ല എന്നൊരു തിരിച്ചറിവുകള് കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അവർ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശമായിട്ട് കടന്നു വരണം എന്നുള്ള മെന്റാലിറ്റിയിൽ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു വേദനയും അതോടൊപ്പം കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഭയവും എല്ലാം കൂടെ വന്നിട്ട് ആകപ്പാടെ ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. തീരുമാനം എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാതെ. പക്ഷെ എങ്കിൽ പോലും ഒരു ഡിസിഷൻ എടുക്കുക അല്ലെങ്കിൽ ആ ഒരു ഡിസിഷനിലൂടെ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുക, ഈ ഒരു സാഹചര്യങ്ങളൊക്കെ ഒന്ന് പൂർണ്ണമായി മാറാൻ നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് തന്നെ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവരായിട്ട് തന്നെ ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് പ്രാർത്ഥനകൾ അവരായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു സിറ്റുവേഷൻ ഒക്കെ വളരെ പെട്ടെന്ന് മാറണമേ എന്നുള്ള രീതിക്ക്. അപ്പൊ വളരെ പവർഫുൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ എനർജി ഇപ്പൊ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവർ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് ഇനി എന്ത് വന്നാലും കുഴപ്പമില്ല, നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കില്ല എന്നൊരു മെന്റാലിറ്റി ആണ്. ഇമോഷൻസ് ഒക്കെ അവർ വളരെയധികം കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഭയം ഒരു ഇമോഷൻ ആണ് ഇവിടെ. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ബ്രേക്കപ്പ് സിറ്റുവേഷനോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് ഇവർ സൈലന്റ് ആയിട്ട് അങ്ങനെ മാറിപ്പോയിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം ഇവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ. എന്തായാലും ഇവർക്ക് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് വലിയ രീതിക്ക് ഒരു പ്രശ്നം ഇവർ എന്തൊക്കെയോ നേരിട്ടിട്ടുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ചിലവർക്ക് നിങ്ങൾക്ക് അറിയായിരിക്കാം, ചിലവർക്ക് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, നിങ്ങൾക്ക് ഒരു ഡൗട്ട് മാത്രമായിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവർക്ക് ഉണ്ടായിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഇവർക്ക് ആ ഒരു ഭയം വരുന്നത് പാസ്റ്റിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ. പക്ഷെ എങ്കിലും ഭയത്തെ മറികടന്ന് അവർ നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു ഫീലിങ്സ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ് അതിന്റെ കാരണം. അവർക്ക് പൂർണ്ണമായി നിങ്ങളെ മറക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത തന്നെയാണ് അതിന്റെ കാരണം. അതുകൊണ്ട് തന്നെയാണ് സത്യസന്ധമായ രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കാനും ഇതുവരെ നിലപാട് കാര്യങ്ങളൊന്നും എടുക്കാതിരുന്ന നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു നിലപാടിലേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നത്. നിങ്ങളെ വാച്ച് ചെയ്യുന്നു, നിങ്ങളെ സ്പൈ ചെയ്യുന്നു, നിങ്ങളുടെ ഓരോ നീക്കങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നു, അതുപോലെ തന്നെ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നു. അപ്പൊ എല്ലാം കൊണ്ടിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു കറന്റ് ഫീലിങ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഒരു അടുപ്പം നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു പ്രാർത്ഥന തന്നെയായിരിക്കാം അവർക്ക് ഈ ഒരു അടുപ്പം തോന്നുന്നത്. അത് മാത്രമല്ല, ഈ ഒരു പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനകളും ഒരു സൈഡിലുണ്ട്. പക്ഷെ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം വരുന്ന ഒരു വ്യക്തിയല്ല ഇത്. കാരണം ഇവരുടെ മനസ്സിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും ഉള്ളിൽ വറ്റിപ്പോവാത്തൊരു സ്നേഹം അത് അവർ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ആ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അത് ഇപ്പോഴും അവർ നൽകുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്ഥാനത്ത് അവർക്ക് ഇനി മറ്റൊരു കാര്യങ്ങളെയും മറ്റൊരു സിറ്റുവേഷനെയും അവർക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. അവരുടെ ഹൃദയത്തിലുള്ള സ്നേഹത്തെ അത് അർഹമായ രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് പകുത്തു നൽകണം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ ഒരു പ്രകടമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നൽകണം. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു സ്ട്രെങ്ത് ഈ റിലേഷൻഷിപ്പിന്റെ റീബർത്തിലൂടെ തിരിച്ചു കൊണ്ടുവരിക. വളരെ ബുദ്ധിപൂർവ്വമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലൂടെയൊക്കെ അവർ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെയധികം ഒരു അറ്റാച്ച്മെന്റ് നിങ്ങളോട് തോന്നുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ്. അതുപോലെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഒരു ടീം വർക്ക് പോലെ എന്ന് വെച്ചാൽ പരസ്പരം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്ത്, അതിപ്പോ ലൈഫിന്റെ ഒരു വൈകാരികപരമായ ജീവിതത്തിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കില്ല, മറ്റെന്ത് കാര്യങ്ങൾ ഇപ്പൊ അവരുടെ കരിയറിലെ ചില കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി അത്രയും നല്ലൊരു ബോണ്ടിങ് ഉള്ള ഒരു ബന്ധമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ബോണ്ടിങ് ഉള്ള ബന്ധം ആയതുകൊണ്ടാണ് പൂർണ്ണമായും നശിക്കാത്ത രീതിയിൽ വീണ്ടും അതിന്റെ ഒരു വളർച്ച, ആ ഒരു കറേജ് വീണ്ടെടുക്കണം. ഇത് പൂർണ്ണമായിട്ട് ഒരു ഡെത്തായി പോകേണ്ട ബന്ധമല്ല എന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കുന്നത്. അവർക്കറിയാം തിരിച്ചു വരവ് എന്ന് പറയുമ്പോൾ ഇനിയും ചിലപ്പോൾ ഒരുപക്ഷെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും അവർക്ക് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുന്ന സാഹചര്യമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒരു സ്നേഹത്തെക്കാൾ കൂടുതൽ ഒരു കെയറിങ് ഉള്ള പേഴ്സൺ ആണിത്. അത്രയും കെയർ ഒക്കെ ചെയ്താണ് ഇവർ നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെന്നൊരു ഭയം ഇവരുടെ ഉള്ളിലുണ്ട്.
അതോടൊപ്പം ആ ഒരു വേദനയും ഇവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതുമൊക്കെ ഇവിടെ ഒരു കാരണമാണ്. ഇമോഷണലി എന്ന് പറയുമ്പോൾ റൊമാൻസ് മാത്രമല്ല, അവരുടെ ഹൃദയം കൊണ്ടിട്ട് അവർ നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ അറ്റാച്ച്ഡ് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അവർക്ക് വേദന വരുന്നുണ്ട് ഒരു സൈഡ് കൊണ്ട്, ഒരുപാട് വിഷമം വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ. അപ്പൊ നീതിപൂർവമായിട്ടുള്ള രീതിക്ക് തന്നെ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് കൊണ്ടുവരിക എന്ന് ചിന്തിക്കുന്നവരാണ്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു പുതിയ ഫീൽ എന്ന് പറയുമ്പോൾ അവർ ആത്മാർത്ഥമല്ലാത്ത രീതിയിൽ മാറിപ്പോയല്ലോ. അപ്പൊ ഇനിയെങ്കിലും ആ ഒരു ആത്മാർത്ഥതയോട് കൂടി നിങ്ങൾക്ക് നൽകേണ്ടത് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് തന്നെ നിൽക്കണം. അവരുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇന്നർ വോയിസ് ആ ഒരു രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ള രീതിക്കാണ് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അപ്പൊ സ്വന്തം ഹൃദയം പറയുന്നത് അനുസരിച്ച് കേട്ട് പ്രവർത്തിക്കാനാണ് അവരിപ്പോ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത്രത്തോളം നിങ്ങളിലേക്ക് ഒരു സ്നേഹം നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തോന്നുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സാഹചര്യം എന്തൊക്കെ കൊണ്ട് നിങ്ങളിൽ നിന്ന് മാറി നിന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ അവർക്കൊരു ട്രാൻസ്ഫർമേഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്നതിന്റെ ബോണ്ട് എനർജിയാണ്. കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ പേഴ്സണിൽ നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിക്ക് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നത്, അല്ലെങ്കിൽ ഓർക്കുന്നുണ്ടോ, ഓർക്കുമ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സും അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എടുക്കുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പൊ ഒരു വളരെ ആത്മാർത്ഥമായ സ്നേഹമുള്ള ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. എങ്ങനെയൊക്കെ മാറി നിന്നവരാണെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത ഒരു പേഴ്സണും കൂടിയാണ്. മനസ്സുകൊണ്ട് ഒരുപാട് വേദനിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ആ ഒരു വേർപാടിൽ സ്വയം വേദനിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് അവർ മാറിയിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഇപ്പോൾ ഒരു ചേഞ്ച് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും ഒക്കെ ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. എ എന്നൊരു ലെറ്റർ, എം എന്നൊരു ലെറ്റർ, എ അഗെയിൻ വന്നിട്ടുണ്ട്. കൊല്ലം, എറണാകുളം, ജെമിനി, മാർച്ച് മന്ത്, 30, ട്രിവാൻഡ്രം, ലിബ്ര, മൂലം, ഡിസംബർ മന്ത്, ഏരീസ്, വിശാഖം, എ അഗെയിൻ വന്നിട്ടുണ്ട്. പി എന്നൊരു ലെറ്റർ, ജൂലൈ മന്ത്, ചിത്തിര, എം അഗെയിൻ വന്നിട്ടുണ്ട്. കാലിക്കറ്റ്, ഇടുക്കി, മകയിരം എന്നൊരു സ്റ്റാർ, 3 എന്നൊരു നമ്പർ, ഏരീസ് അഗെയിൻ വന്നിട്ടുണ്ട്. തൃക്കേട്ട എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. പി അഗെയിൻ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് എന്നൊരു മന്ത്, 37, ഡി എന്നൊരു ലെറ്റർ, എം എന്നൊരു ലെറ്റർ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അത് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ വന്നിരിക്കുന്ന ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ റെസനേറ്റ് ചെയ്യുന്നവർ പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള ഒരു ബന്ധമാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ എന്ത് സിറ്റുവേഷനും ആയിക്കൊള്ളട്ടെ, അപ്പൊ അങ്ങനത്തേക്ക് ഒരു ബന്ധമാണ്, നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പേഴ്സണെ പൂർണ്ണമായിട്ടും വിട്ടുകളയാൻ താല്പര്യമില്ല, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിനായിട്ടും ക്ലെയിം ചെയ്യാം, സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ടും ക്ലെയിം ചെയ്യാം. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.